ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്നത് തൊടുപുഴ മുതലക്കുടം പള്ളിയുടെ 600 മീറ്റർ അടുത്തുള്ള ഒരു 50 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് മുതലക്കുടം പള്ളിയുടെ ഭണ്ഡാരത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയാണ്. ആ വഴിയിൽ അതിൻ്റെ ഫ്രണ്ടായിട്ട്, അതായത് ഒരു 50 മീറ്ററോളം ഈ പറയുന്ന വഴിയുടെ ഫ്രണ്ടേജ് കിട്ടത്തക്ക രീതിയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇതാണ് ആ റോഡിൻ്റെ ഫ്രണ്ടേജ് ഉള്ള ഈ മതിൽ കെട്ടിയിരിക്കുന്ന അപ്പുറത്തുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ റോഡ് ഫ്രണ്ടേജ് ഇത്രയും ദൂരമുണ്ട്. ഇവിടം വരെയാണ് അതിൻ്റെ റോഡ് ഫ്രണ്ടേജ് വരുന്നത്. ഇതാണ് പ്രോപ്പർട്ടി. ഏകദേശം 90 റബ്ബർ മരങ്ങളാണ് ഉള്ളത്. 3 വർഷമായി വെട്ടി തുടങ്ങിയിട്ട്. നല്ല റബ്ബറാണ് നിൽക്കുന്നത്. ഇതാണ് പ്രോപ്പർട്ടി. നല്ല രീതിയിൽ ഒരു 25 സെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റോഡ് ഫ്രണ്ടേജ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് 2 നല്ല വീടുകൾ പണിയാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. അതല്ല 10 സെൻറ്റിൻ്റെ പ്ലോട്ടുകളായിട്ട് തിരിച്ച് വിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെയും ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ്. നിൽക്കുന്ന റബ്ബറുകളെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റബ്ബറാണ്. ഇവിടെ ഇപ്പോൾ ഷീറ്റായിട്ടല്ല, പാലായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അതിരുകളെല്ലാം കറക്റ്റായിട്ട് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രോപ്പർട്ടിയുടെ ഇപ്പോൾ കാണുന്ന ലെഫ്റ്റ് സൈഡ് അത് മതിൽ കെട്ടി അതിര് ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്പുറ സൈഡ് ഒരു കല്ലിൻ്റെ കെട്ടുണ്ട്. അപ്പോൾ അവിടെയും അതിരുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കിടക്കുന്നതാണ്. പിന്നെ റോഡ് സൈഡ് നമ്മൾ ഫ്രണ്ടേജ് കണ്ടത് റോഡിലും മതിലെല്ലാം കെട്ടി റെഡിയാക്കി ഇട്ടിരിക്കുന്നതാണ്. ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രത്യേകത, ഇതിനകത്ത് ഒരിക്കലും വറ്റാത്ത ഒരു കിണറുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിണർ, ധാരാളം വെള്ളമുള്ള കിണർ. അപ്പോൾ നമുക്ക് ആ കിണറ്റിലെ വെള്ളം ഒന്ന് കാണാം. ഇതാണ് കിണർ. നല്ല വലിപ്പമുള്ള കിണറാണ്. എല്ലാം ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് ധാരാളം വെള്ളമുണ്ട്. ഒരിക്കലും വറ്റാത്ത കിണറാണിത്. ഇതാണ് പ്രോപ്പർട്ടിയുടെ മറ്റൊരു സൈഡ്. അപ്പോൾ അവിടെ ഒരു വലിയ ആഞ്ഞിലി നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ആഞ്ഞിലി. ഈ സൈഡിൽ അപ്പുറത്തെ പ്രോപ്പർട്ടിക്കാരുടെ ആ കെട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഈ പ്രോപ്പർട്ടിയുടെ ഈ സൈഡും നമുക്ക് നല്ല അതെല്ലാം ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ഒരു ആഞ്ഞിലി അല്ലാതെ വേറെ ഒരു 4 ആഞ്ഞിലിയും കൂടെ ഇതിനകത്ത് ഉണ്ട്. അത് ചെറിയ ആഞ്ഞിലിയാണ്. തീരെ ചെറുതല്ല, എന്നാലും ഒരു മീഡിയം സൈസ് ആഞ്ഞിലിയാണ്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ 4 ആഞ്ഞിലി. അതല്ലാതെ മറ്റ് വൃക്ഷങ്ങളൊന്നും തന്നെ ഈ പ്രോപ്പർട്ടിയിലില്ല. ബാക്കിയെല്ലാം ഉള്ളത് റബ്ബറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. 90ഓളം റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ നിൽക്കുന്നത്. അത് ഏകദേശം എല്ലാം ഒരേ വലിപ്പമുള്ള റബ്ബർ മരങ്ങളാണ് നിൽക്കുന്നത്. പിന്നെ ഉള്ളത് 5 ആഞ്ഞിലിയാണ്. അതിലൊരെണ്ണം അത്യാവശ്യം വലിപ്പമുള്ളതാണ്, ബാക്കി ചെറുതാണ്. പിന്നെ ധാരാളം വെള്ളമുള്ള കിണറുണ്ട്, ഒരിക്കലും വറ്റാത്ത കിണർ. ഇതൊക്കെയാണ് മുതലക്കുടം ടൗണിൽ നിന്ന്, ആ പള്ളിയുടെ അവിടെ നിന്ന് 600 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലേക്ക്. നമുക്ക് ഇനി ഇതിൻ്റെ വില ഒന്ന് നോക്കാം.
ഇതിന് ഒരു സെൻറ്റിന് ചോദിക്കുന്നത് 4,15 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പൈസയൊന്നും കുറയില്ല, എന്നാൽ പോലും നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. താല്പര്യമുള്ള ആൾക്കാർ ഇനി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്ഥലം കാണാനോ സ്ഥലത്തിൻ്റെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനോ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. ഇതുപോലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.